കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെതിരെ നീക്കങ്ങളുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. കെ.എസ്. അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ തിരിച്ചയക്കുകയും മിനി കാപ്പൻ അയച്ച ഫയലുകൾ വി.സി അംഗീകരിക്കുകയും ചെയ്തു. കെ.എസ്. അനിൽകുമാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം റദ്ദാക്കാനുള്ള നീക്കവും വി.സി ആരംഭിച്ചു. അതേസമയം അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി.സിക്ക് കത്ത് നൽകി. എന്നാൽ കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ വി.സിക്ക് കത്ത് നൽകി. സമഗ്ര വിവരങ്ങൾ എസ് ഷീജ നൽകും. ആ റിപ്പോർട്ടിലേക്ക്. കേരള സർവകലാശാലയെ ഒരു ഭരണസ്തംഭനത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് നിലവിൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ, അതായത് സിൻഡിക്കേറ്റ് തിരഞ്ഞെടുത്ത രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ കെ.എസ്. അനിൽകുമാർ, അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഈ ഫയൽ നീക്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു പുറമെ ഇന്നിപ്പോൾ അദ്ദേഹം വി.സിക്ക് അയച്ച 3 ഫയലുകൾ അത് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമാണ് വി.സി സ്വീകരിച്ചത്. കെ.എസ്. അനിൽകുമാർ അയച്ച ഫയലുകൾ, ഒപ്പിട്ട ഫയലുകൾ തിരിച്ചയക്കുമ്പോൾ തന്നെ വൈസ് ചാൻസലർ തന്നെ ഇൻചാർജായി രജിസ്ട്രാറെ നിയമിച്ചിരുന്നു. ആ രജിസ്ട്രാർ എന്ന് പറയുന്നത് മിനി കാപ്പനാണ്. ഡോക്ടർ മിനി കാപ്പൻ അയച്ച 25 ഫയലുകളും അത് അനുമതിയോടുകൂടി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർവകലാശാലയുടെ ചട്ടങ്ങളും സ്റ്റാറ്റ്യൂട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ പോലും അധികാരങ്ങൾ കവർന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് നിലവിൽ വി.സി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിക്കണം എന്നൊരു ആവശ്യം പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി.സിക്ക് കത്ത് നൽകുകയും ചെയ്തു. നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ വൈസ് ചാൻസലർ തുടരുകയാണ്. സർവകലാശാലയിൽ തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനം, ക്രമവിരുദ്ധമായ പ്രവർത്തനം വൈസ് ചാൻസലർ നടത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രയാസങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചെല്ലാം വിശാലമായ ചർച്ച നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ വി.സി സന്നദ്ധനല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി കൂടേണ്ട ഒരു സാഹചര്യമില്ല. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേർന്ന ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 3 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ മതി എന്നുള്ളൊരു നിലപാടിലാണ് വി.സി ഉള്ളത്. അതിനൊപ്പം തന്നെ രജിസ്ട്രാർ സഞ്ചരിക്കുന്ന വാഹനം, അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനമാണ്, സർവകലാശാല നൽകിയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനം പോലും തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ വി.സി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ വാഹനം തിരിച്ചുപിടിക്കുന്നതിൻ്റെ സാധ്യതയടക്കം പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ വി.സിക്ക് തിരിച്ചടിയാകുന്ന മറ്റൊരു നടപടി മിനി കാപ്പൻ്റെ ഭാഗത്ത് നിന്നുമുണ്ടായി. തനിക്ക് രജിസ്ട്രാറായി ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം മിനി കാപ്പൻ വൈസ് ചാൻസലറെ കത്ത് മുഖാന്തരം അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഏതായാലും മിനി കാപ്പൻ ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് വി.സിയെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വൈസ് ചാൻസലർ ഇതുവരെയായി സർവകലാശാലയിൽ നേരിട്ടെത്താത്തതിൽ ഉള്ളൊരു പ്രതിഷേധം അതും സിൻഡിക്കേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സിൻഡിക്കേറ്റിനെതിരെയും അതോടൊപ്പം തന്നെ രജിസ്ട്രാർക്കെതിരെയുമുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരും വി.സി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.